ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ചൂടുകാലമൊക്കെ തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ക്ലോത്തിങ്ങിൻ്റെ കാര്യത്തിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ഔട്ട്ഫിറ്റ്സ് വെയർ ചെയ്യേണ്ട ഒരു സീസണാണ് സമ്മർ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമ്മർ സീസണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഫാബ്രിക്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതായത് മോസ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഫാബ്രിക്സ്. ഇപ്പോൾ നമ്മൾ ജോർജറ്റ് പോലെയുള്ള അല്ലെങ്കിൽ ക്രീപ്പ് പോലെയുള്ള ഫാബ്രിക്സൊക്കെ നമ്മൾ ഔട്ട്ഫിറ്റ്സിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില പ്രത്യേക ഫാബ്രിക്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫർട്ടായിരിക്കും. അങ്ങനത്തെ ഫാബ്രിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ കോട്ടൺ ആണ്. ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ സമ്മറിൽ എപ്പോഴും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് കോട്ടൺ. ഈ കോട്ടൺ വെച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഔട്ട്ഫിറ്റ്സ് ചെയ്യാൻ പറ്റും. ക്രോപ്പ് ടോപ്സ് ചെയ്യാം, ഷോർട്ട് ടോപ്സ് ചെയ്യാം, മാക്സി ഗൗൺസ് ചെയ്യാം, കുർത്തീസ് ചെയ്യാം, എലൈൻ ടോപ്സ് ചെയ്യാം. എന്ത് വേണമെങ്കിലും വെസ്റ്റേൺ, മോഡേൺ അല്ലെങ്കിൽ ട്രഡീഷണൽ എനിത്തിങ് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് കോട്ടൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് പ്രിൻസിൽ കിട്ടും. നമുക്ക് ഫ്ലോറൽ പ്രിൻസ്, അതേപോലെ കലങ്കാരി, അച്ചറക് പ്രിൻസ് തുടങ്ങി ഇക്കത്ത് പോലെയുള്ള മെറ്റീരിയൽസ് ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഫാഷനബിൾ ആയിട്ട് വെരി കംഫർട്ടബിൾ ആയിട്ട് ഡെയിലി വേറെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു ഫാബ്രിക് കോട്ടൺ തന്നെയാണ്. നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ടുള്ള സിമ്പിൾ കുർത്തീസ് മുതൽ നമുക്ക് കാഷ്വലായിട്ട് ഇപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയ കുറച്ച് മോഡേൺ ഔട്ട്ഫിറ്റ്സ് വരെ എല്ലാം നമുക്ക് കോട്ടണിൽ ചെയ്യാൻ പറ്റും. കോട്ടൺ ഫാബ്രിക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ബ്രീത്തബിൾ ആയിരിക്കും. അതായത് എയർ സർക്കുലേഷൻ ഉള്ളൊരു ഫാബ്രിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിയർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചൂടെടുത്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാബ്രിക്കാണ് ഈ കോട്ടൺ ഫാബ്രിക്. അതേപോലെ വാഷബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് നമ്മൾ പുറത്ത് പോയൊക്കെ ഇട്ട് വരുമ്പോൾ നന്നായിട്ട് വിയർപ്പും പൊടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മെഷീൻ വാഷ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് കൂടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലിസ്റ്റിൽ കോട്ടൺ ആണ് അറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ടോപ്പിൽ നിൽക്കുന്നത് കോട്ടൺ ആണ്. നെക്സ്റ്റ് വൺ ഓൾസോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു നാച്ചുറൽ ഫൈബറാണ്. അതായത് ലിനൻ ഫാബ്രിക്സ്. ലിനൻ ഫാബ്രിക്സ് നമ്മൾ ജെൻസിൻ്റെ ക്ലോത്തിങ്ങിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഷർട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ സമ്മർ സീസണിൽ ഷേർട്സിനൊക്കെ ഏറ്റവും നല്ലത് ലിനൻ ഫാബ്രിക്സ് ആണ്. ഈ ലിനൻ എന്ന് പറയുന്നത് കോട്ടണേക്കാളും കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരിക്കും. ഒരുപാട് കോസ്റ്റ്ലി ആവുന്നല്ല, കുറച്ചൊരു എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണിത്. നമുക്ക് മോഡേൺ ആയിട്ട് അതേപോലെ ഏർത്തി ടോൺസിലൊക്കെയാണ് അധികം ഇത് കാണുന്നത്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഷെയ്ഡൊക്കെ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സൊക്കെ അധികവും കുറച്ച് ഏർത്തി ടോൺസ് അല്ലെങ്കിൽ ന്യൂട്രൽ കളേഴ്സ് ആയിട്ടുള്ള കളേഴ്സ്, പിന്നെ സോളിഡ് കളേഴ്സിലൊക്കെ കിട്ടുമെങ്കിലും അധികവും ലൈറ്റ് ഷെയ്ഡ്സിലൊക്കെയാണ് ഈ ഒരു ലിനൻ ഫാബ്രിക്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകുന്നത്. നമുക്കറിയാം സമ്മറിൽ ലൈറ്റ് ഷെയ്ഡാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഓവർ നമുക്ക് ചൂടറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ലൈറ്റ് ഷെയ്ഡാണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ സമ്മർ സീസൺ ഏറ്റവും നല്ലൊരു ഫാബ്രിക് തന്നെയാണ് ലിനൻ എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ടുള്ള ഡ്രസ്സസും കുർത്തീസൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. മിനിമൽ ലുക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ മിനിമൽ ലുക്കിന് ഏറ്റവും നല്ല ഫാബ്രിക് ലിനൻ ആണ്. ലിനൻ ക്ലോത്തിങ് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഷോപ്പിലൊന്നും കിട്ടില്ല. അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഫാബ്രിക്സ് കളക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യിക്കുകയാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഓൺലൈൻ സ്റ്റോഴ്സിലൊക്കെ ലിനൻ ഫാബ്രിക്സ് വെച്ചിട്ടുള്ള കുർത്തീസും ടോപ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് വൺ. നെക്സ്റ്റ് വൺ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫാബ്രിക്കാണ് റയോൺ ഫാബ്രിക്. ഇത് നമുക്ക് വാസ്റ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. നമ്മൾ കുർത്തീസ് ആണെങ്കിലും ഡ്രസ്സസിലൊക്കെ പ്രത്യേകിച്ച് നമുക്ക് മാർക്കറ്റിൽ വളരെയധികം കിട്ടുന്ന ഒരു ഫാബ്രിക് കാറ്റഗറിയിലാണ് റയോൺ. ഈവൻ റണ്ണിങ് മെറ്റീരിയൽസ് ആയും റെഡിമെയ്ഡ് ഔട്ട്ഫിറ്റ്സ് ആയും നമുക്ക് റയോണിൽ ഒരുപാട് ഐറ്റംസ് വരാറുണ്ട്. പ്രത്യേകിച്ച് ബ്രാൻഡഡ് ആയിട്ടോ അല്ലെങ്കിൽ ലോക്കലായിട്ടോ ഒക്കെ നമുക്ക് കിട്ടും. ഈ ഒരു ഫാബ്രിക്കിൻ്റെ പ്രത്യേകത ഇത് കോട്ടനെ അപേക്ഷിച്ച് ചീപ്പും ആയിരിക്കും, ഫ്ലോയി ആയിരിക്കും. ചീപ്പാണെന്ന് പറയാൻ കാരണം കോട്ടൻ്റെ അത്ര പ്രൈസ് പൊതുവേ റയോൺ ഔട്ട്ഫിറ്റ്സിന് വരാറില്ല. പിന്നെ കുറച്ച് വണ്ണം കൂടുതലുള്ളവർക്കൊക്കെ ആണെങ്കിൽ കോട്ടൺ പോലുള്ള സ്റ്റിഫായിട്ടുള്ള ഫാബ്രിക് യൂസ് ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഫാബ്രിക്കാണ് ഈ റയോൺ എന്ന് പറയുന്നത്. ഏകദേശം കോട്ടൻ്റെ ഗുണങ്ങളൊക്കെ ഉള്ളൊരു ഫാബ്രിക്കാണ് റയോണും. കുറച്ചുകൂടെ ഫ്ലോയി ആയിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു കൂൾ ഫീലിംഗ് ആണ് റയോൺ വെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കോട്ടൺ അബ്സോർബ് ചെയ്യുന്നത് ഒരു ഫാബ്രിക് ആണെങ്കിൽ പോലും റയോൺ നമുക്ക് കുറച്ചുകൂടി കൂളറായിട്ടുള്ള ഒരു ഫീലിംഗ് തരുന്ന ഒരു ഫാബ്രിക് കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ റയോണിന് സമ്മർ സീസണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് റയോൺ. അതിൽ തന്നെ നമ്മളിപ്പം റയോൺ ഡ്രസ്സസോ മാക്സി ഡ്രസ്സസോ അല്ലെങ്കിൽ 3/4 ഡ്രസ്സസോ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ ഉണ്ടാവും ബോഡിയിലേക്ക്. കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് കോളേജ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് വേരിയസ് പ്രിൻറ്റ് ഓപ്ഷൻ ഉണ്ടാവും. കോട്ടൺ പോലെ തന്നെ കുറേ പ്രിൻറ്റ് ഓപ്ഷൻ ഉള്ളൊരു ഫാബ്രിക്കാണ് റയോൺ. പ്രിൻറ്റ് മാത്രമല്ല ചെറിയ എംബ്രോയ്ഡറീസ്, ത്രെഡ് എംബ്രോയ്ഡറീസ് ഒക്കെ വരുന്ന ഫാബ്രിക്സും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഫാബ്രിക്കിൽ വരുന്നതാണ് ഈ റയോൺ.
നെക്സ്റ്റ് വൺ ഖാദി ഫാബ്രിക്കാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. നമ്മൾ നോർമൽ കോട്ടനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ കോട്ടൺ അധികവും നമുക്ക് മെഷീൻ വീവ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. എന്നാൽ ഖാദി ഫാബ്രിക്സ് കോട്ടൻ്റെ തന്നെ വേരിയേഷൻ ആണെങ്കിലും ഹാൻഡ്ലൂമായിട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കൈകൊണ്ട് നെയ്തെടുക്കുന്ന ടൈപ്പ് ഓഫ് ഫാബ്രിക്സ് ആണ് ഖാദി ഫാബ്രിക്സ്. ഈ ഒരു ഫാബ്രിക് കോട്ടനെ പോലെ തന്നെ നല്ല അബ്സോർബൻസി ഉള്ള അതേപോലെ നല്ല എയർ സർക്കുലേഷൻ ഒക്കെ തരുന്ന ഒരു ഫാബ്രിക്കാണ്. നമുക്ക് സമ്മർ സീസണിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതേപോലെ മിനിമൽ ആയിട്ടുള്ള ലുക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കോട്ടണിൽ ഇപ്പം ഒരുപാട് പ്രിൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ പ്രിൻസ് ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ല, വെരി മിനിമൽ സിമ്പിൾ ലുക്കാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ ഖാദി ഫാബ്രിക്സ് എന്ന് പറയുന്നത്. അതേപോലെ ഏർത്തി ടോൺസ് പേസ്റ്റൽ ഷെയ്ഡ്സിലൊക്കെയാണ് ഈ ഫാബ്രിക്സ് എപ്പോഴും അവൈലബിൾ ആവുക. അല്ലാതെ ഭയങ്കര കണ്ണിലടിക്കുന്ന കളേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കളേഴ്സിലോ വർക്ക്സിലോ ഒന്നും ഇത് കിട്ടില്ല. എപ്പോഴും സിമ്പിളായിരിക്കും. അങ്ങനത്തെ ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് സമ്മറിൽ പറ്റിയിട്ടുള്ളൊരു ഫാബ്രിക്സാണ് ഖാദി ഫാബ്രിക്സ്. നെക്സ്റ്റ് വന്ന് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. ഇതും കോട്ടൻ്റെ തന്നെ ഒരു വേരിയേഷനാണ്. കോട്ടൺ ലോൺ ഫാബ്രിക്. നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാത്തൊരു ടേമാണ് കോട്ടൺ ലോൺ എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണിത്. പക്ഷേ ഇത് വേറെ പേരിലോ അല്ലെങ്കിൽ കോട്ടൺ എന്നുള്ള പേരിൽ തന്നെയാണ് നമുക്ക് എപ്പോഴും കിട്ടുന്നത്. ഈ കോട്ടൺ ലോണിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നോർമൽ കോട്ടനെ അപേക്ഷിച്ച് ഇതിൻ്റെ സർഫസിന് ജസ്റ്റ് ഒരു ചെറിയൊരു ഷൈനുള്ള പോലെ നമുക്ക് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. കോട്ടൻ്റെ സർഫസ് ചെറുതായിട്ട് റഫ് ആണെങ്കിൽ ഇതിൻ്റെ സർഫസ് ഭയങ്കര സ്മൂത്ത് ആൻഡ് ഷൈനി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ വെയർ സിമ്പിളായിട്ട് മിനിമലായിട്ടുള്ള ഫംഗ്ഷൻ വെയർസിനൊക്കെ ഈ ഒരു ഫാബ്രിക് യൂസ് ചെയ്യാറുണ്ട്. പാകിസ്ഥാനി സൂട്ട്സിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് കാണുന്ന ഒരു ഫാബ്രിക്സാണിത്. സിമ്പിൾ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തിട്ട് മിനിമലായിട്ടുള്ള പാർട്ടി വെയർ ലുക്ക് അല്ലെങ്കിൽ ഫംഗ്ഷൻ വെയർ ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റാണ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റാണ് കോട്ടൺ ലോൺ. ഈവൻ ഫാബ്രിക് ആയിട്ടുള്ളത് നമുക്ക് മേടിക്കാൻ കിട്ടും. റെഡിമെയ്ഡ്സിലും ഇഷ്ടം പോലെ വരുന്ന ഫാബ്രിക്കാണിത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം സമ്മർ സീസണാണ് വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുക, കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ കൂടുതൽ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ. താങ്ക് യു.